അത്ഭുത മനുഷ്യന്റെ പ്രാർത്ഥനകൾ വ്യത്യാസമായിരിക്കും. ഇവൻ ലോകത്തിൽ കാണുന്നതൊന്നും ഇവൻ പ്രാർത്ഥിക്കത്തില്ല. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങളുടെ മുമ്പിൽ ഇവൻ തലകുനിക്കത്തില്ല. ഇവന്റെ പ്രാർത്ഥന മുറിയിൽ ഇവൻ പ്രാർത്ഥിക്കുന്നത് മുഴുവനും പ്രപഞ്ചത്തിനപ്പുറം എന്തോ ഒരു ദർശനമുണ്ട്, പ്രപഞ്ചത്തിനപ്പുറം എന്തോ ഒരു ജീവിതമുണ്ട്, പ്രപഞ്ചത്തിനപ്പുറം എന്തോ ആവശ്യകതയുണ്ട്. ഇത് മനസ്സിലാക്കി ആ ദർശനം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അത്ഭുത മനുഷ്യന്റെ പ്രാർത്ഥന മൊത്തമായി അത്ഭുതമായിരിക്കും. ഈ ലോകത്തിലെ മനുഷ്യൻ പറയും, ഇവൻ എന്താണ് ഈ മുറിക്കകത്ത് ചെയ്യുന്നത്? ഇവൻ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യങ്ങളല്ലല്ലോ. ഇവൻ പ്രാർത്ഥിക്കുന്നത് മുഴുവനും സ്വർഗത്തിലെ കാര്യങ്ങളാണല്ലോ. സ്വർഗത്തിലെ ദർശനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു അത്ഭുത മനുഷ്യന് മാത്രമേ കഴിയൂ. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം അവന് വലുത്. ഈ ലോകത്തിലെ വസ്തുവകളിലെല്ലാം അവന്റെ കണ്ണ് നട്ടിരിക്കപ്പെട്ടിരിക്കുന്നത്, അവന്റെ കണ്ണ് മുഴുവനും ആകാശത്തിനപ്പുറമായി സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു ദർശനത്തെ കുറിച്ചാണ് ഇവൻ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാരെയാണ് ഈ ലോകത്ത് ആവശ്യം. ഇങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാരെയാണ് ദൈവം നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥന വീരന്മാർക്ക് ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്.